ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന സ്ഥിതി ആയിട്ടില്ല. ഇപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ എത്ര ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. തീയണയ്ക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞില്ല. ഇപ്പോഴും അതിൻ്റെ അകത്തു നിന്നും പിന്നെ വെടിമരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും നമുക്ക് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. എന്തായാലും കുറച്ച് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ ദുരന്തമാണ്. കാഷ്വാലിറ്റി വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് കിട്ടിയ വിവരം. കാരണം വെച്ചാൽ അവിടുന്ന് അകത്തുനിന്ന് മുഴുവൻ ആളുകളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. 10-60ഓളം ആളുകൾ പണിയെടുത്തിരുന്നു. അതിലിപ്പോൾ കുറച്ച് ആൾക്കാർ ഉണ്ട്. അവരോടിപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. എന്തായാലും ഫയർഫോഴ്സും പോലീസും എല്ലാ സംവിധാനങ്ങളും നല്ലപോലെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. വളരെ ദാരുണമായൊരു സംഭവമാണ് ഇന്നിവിടെ ഉണ്ടായത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിമരുന്ന് ശാല ഇപ്പോഴും വെടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. രക്ഷാപ്രവർത്തനം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഫുൾ സ്വിങ്ങിൽ പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു വിഷമകരമായ അവസ്ഥ.